പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, അങ്ങയുടെ മക്കൾ അവരുടെ ജീവനോപാധികൾക്ക് മാധ്യമമായ എല്ലാ രേഖകളും അവരുടെ കൈകളിലേക്ക് അവർ കൊണ്ടുവന്നിരിക്കുകയാണ്. കർത്താവ്, സർട്ടിഫിക്കറ്റുകളുണ്ട്, പ്രമാണങ്ങളുണ്ട്, പാസ്പോർട്ടുണ്ട്, പല അപേക്ഷകളുണ്ട്. ഈശോയെ, ചില ഹോസ്പിറ്റലുകളിലും ചില സ്ഥാപനങ്ങളിലൊക്കെ കൊടുത്തിരിക്കുന്ന അപേക്ഷകൾ, അതിന് തീരുമാനങ്ങളില്ല. വീടിന് നമ്പറിട്ട് കൊടുക്കാൻ വീണ്ടും നമ്പർ കിട്ടാൻ വേണ്ടി വില്ലേജ് ഓഫീസിൽ കൊടുത്തിരിക്കുന്നവരുണ്ട്, പഞ്ചായത്തിൽ കൊടുത്തിരിക്കുന്നവരുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്പറിട്ട് കിട്ടിയിട്ടില്ല. അതിൻ്റെ രേഖകളുണ്ട് ഞങ്ങളുടെ കയ്യിൽ. കർത്താവ്, അടക്കത്തില്ലെന്ന് പറയുന്ന രീതിയിൽ റീസർവേക്ക് വെച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ വിഷമിപ്പിക്കുന്ന രേഖകളുണ്ട്. നിങ്ങൾ ഓരോ സ്ഥലങ്ങളിലേക്ക് വിടാനുള്ള ജോബ് ആപ്ലിക്കേഷൻസ്, ജോലിക്ക് വേണ്ടിയുള്ള അപേക്ഷാ ഫോറങ്ങളുണ്ട്. കല്യാണ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ കല്യാണക്കുറികൾ. ഇന്ന ദിവസങ്ങൾ കല്യാണം ഉള്ളത് കൊണ്ട് ആ കല്യാണം നടത്താനുള്ള കുറികൾ, ആൾക്കാർക്ക് കല്യാണക്കുറികൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് മുമ്പുള്ള ആദ്യത്തെ കുറികൾ, അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞുള്ള കുറികൾ എൻ്റെ മക്കൾ കയ്യിലെടുക്കുക. ഇപ്പോൾ പരിശുദ്ധ അമ്മ അതെല്ലാം ആസ്വദിക്കാൻ വേണ്ടി ഈശോയ്ക്ക് മധ്യസ്ഥം വഹിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ ആശുപത്രി ചീട്ടുകൾ, മരുന്നിൻ്റെ കുറിപ്പടികൾ, നിങ്ങളുടെ ടിക്കറ്റുകൾ, റെയിൽവേ ടിക്കറ്റാകാം, പ്ലെയിനിൻ്റെ ടിക്കറ്റാകാം, ടിക്കറ്റുകൾ. കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവെ, മക്കളുടെ കയ്യിൽ അവർ ഉയർത്തിയിരിക്കുന്ന രേഖകൾ അവരുടെ യാത്രയാണ്, അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ഞെരുക്കമാണ്. ഇതിൻ്റെ തടസ്സങ്ങൾ, ഇത് ആര് വരികയാണ്, ഇത് ഏത് ഓഫീസിലാണ് തടസ്സങ്ങൾ ഇരിക്കുന്നത്, ഏത് നിയമമാണ് എൻ്റെ തടസ്സമായി മാറിയിരിക്കുന്നത്. യേശുക്രിസ്തു നാമത്തിൽ ഞാനത് ബന്ധിക്കുന്നു. അമ്മയെ പരിശുദ്ധമേ, ദേവമാതാവേ, മക്കളുടെ കയ്യിരിക്കുന്ന എല്ലാ രേഖകളും, ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ആൻസർ പേപ്പറുകൾ, പാസ്പോർട്ടുകൾ, വിസകൾ, അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ ജപ്തി നടപടിയുടെ രേഖകൾ, പ്രമാണരേഖകൾ, പട്ടയത്തിൻ്റെ രേഖകൾ, ചിട്ടിയുടെ പേപ്പറുകൾ, കടങ്ങൾ, എന്തെല്ലാം രേഖകളാണോ അതെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ആസ്വദിക്കണമേ. രോഗികളെ ആസ്വദിക്കുന്നു, ജീവിത പ്രതിസന്ധിയിലിരിക്കുന്നവരെ ആശീർവദിക്കുന്നു. തൊഴുത്തിലും അതുപോലെ ആനിമൽ ഫാമിലും കോഴി വളർത്തുന്ന സ്ഥലങ്ങളിലും പലതരത്തിലുള്ള രോഗങ്ങൾ മൂലം ജീവിതമാർഗ്ഗങ്ങൾ മുട്ടിപ്പോവുകയും
ഒരു മൃഗങ്ങൾ മരിക്കുകയും പ്രസവിക്കാതെ പ്രസവം മുട്ടിയിരിക്കുകയും വരുമാനം ഇല്ലാതെ വിഷമിക്കുകയും ചെയ്യുന്ന എല്ലാ മേഖലകളും കർത്താവേ, നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വീട്ടിൽ കുന്നുകൂടി കിടക്കുന്നവരുണ്ട്, കുരുമുളകും ഏലവും ഉൾപ്പെടെ. അതുപോലെ പല പല കായ്ഫലങ്ങൾ വിൽക്കാൻ പറ്റാതെ വീട്ടിൽ കൂട്ടിയിട്ടിരിക്കുന്നവരുണ്ട്, കൂട്ടിക്കിടന്ന് നശിച്ചു പോകുന്നുണ്ട്. തർക്കപ്പുരയിടത്ത് തേങ്ങ മുളച്ച് കിടക്കുന്നവരുണ്ട് കർത്താവേ, ആർക്കാർക്ക് എടുക്കാൻ പറ്റാത്തത് കേസായി കിടക്കുന്നവരുണ്ട് ഈശോയെ. അതിനെ മേലെല്ലാം എസക്കേൻ്റെ താഴ്വര അസ്ഥികളുടെ താഴ്വര എന്ന പോലെ കർത്താവിൻ്റെ ആത്മാവ് ജ്വലിച്ചുകൊണ്ട് ബന്ധങ്ങൾ അഴിഞ്ഞു മാറട്ടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നീ പോകുന്ന വഴികളിൽ സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ അധികാരി, നിനക്ക് സന്ധിപ്പ് സമാധാനം നൽകട്ടെ, സൗഖ്യം നൽകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വശരെ നീക്കുവാമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ഈ പാപത്തെക്കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റില്ലേ, അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളെ അഡ്രസ്സ് ചെയ്യണം. എപ്പോഴും അത് അഡ്രസ്സ് ചെയ്യേണ്ടതല്ല, അഡ്രസ്സ് ചെയ്യണം. പക്ഷേ അമിത പ്രാധാന്യം കഴിഞ്ഞ ഒരു നമ്മുടെ ഭൂതകാലങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സമീപനമല്ല ഈശോയുടേത്. ഞാൻ പണ്ടൊരു ധ്യാനം കൂടിയായിരുന്നു, ഇൻ്റർ ജനറേഷൻ ഹീലിംഗ്. ഞാൻ എൻ്റെ ഇടവകയെ ധ്യാനം നടത്തിച്ചതാണ്. ഞാനവിടെ വന്നും പോയി നിൽക്കിയിരുന്നു. എനിക്കത് ഉൾക്കൊള്ളാൻ ഇത്തിരി അതിപ്പോൾ നമ്മുടെ ആന്തരിക സൗഖ്യം പോലെ തന്നെയാണ് അതിൻ്റെ അടുത്ത സെഷനായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്ന ഇൻ്റർ ജനറേഷൻ ഹീലിംഗ്. തലമുറ അന്തരധ്യാനം, ആന്തര സൗഖ്യം. അല്ല, തലമുറകളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പാപം വന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ബിബ്ലിക്കൽ കോൺസെപ്റ്റാണ്. അത് ഈ പിതാക്കന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു മക്കളുടെ പല്ല് പൊളിച്ചെന്നൊരു വചനമില്ലേ എന്ന് ഇനി ആരും പറയത്തില്ല എന്നാണ് കിടക്കണത്. പക്ഷെ അത് അത്ര പറയത്തില്ല. പിതാക്കന്മാരുടെ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പൊളിച്ച്. അപ്പോൾ ഇൻ്റർ ജനറേഷൻ ആരെങ്കിലും പാവം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ബാധിക്കുമെന്നുള്ളതിന് അമിത പ്രാധാന്യം കൊടുക്കുകയാണ്. അതിൻ്റെ പേരിൽ എന്തെല്ലാം തരത്തിലുള്ള പുതിയ തടവറകൾ സൃഷ്ടിക്കുന്ന ആൾക്കാർ, പുതിയ ആത്മീയ തടവറകൾ സൃഷ്ടിക്കുന്നതിന് അത് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ ഒരിക്കലും ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ ഒരു അപ്പാപ്പന്മാരുടെ കാലത്ത് കൊല്ലും കൊലയാണ് ഉണ്ടായിരുന്നാണ് പറയണത്. ഞങ്ങളുടെ പത്താഴത്തിലേക്കിട്ട് ആളെ കൊന്നിട്ടുണ്ട്, ഞങ്ങളുടെ പറമ്പിൽ ആളെ മൂടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിച്ചും പേയും പറഞ്ഞ് നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് 2000 തൊട്ട് 2010 വരെയാണ് ഇതുപോലെയുള്ള ഇറക്കുകൾ ഉൽപ്പന്നങ്ങൾ ഇറങ്ങിയത്.
അതിനുശേഷം പിന്നെ അത് സബ്സിഡായി പോയി ഇൻ്റർജനറേഷൻ. അപ്പോൾ പക്ഷേ ക്രിസ്തു ഈ കഴിഞ്ഞ കാലങ്ങൾക്കൊന്നും അമിത പ്രാധാന്യം കൊടുക്കണില്ല. ക്രിസ്തുവിൻ്റെ ഒരു സമീപനം വെച്ച് കഴിഞ്ഞാൽ, ഒരു ധനികൻ്റെ വീട്ടിൽ കർത്താവ് വിരുന്നിന് വരുമ്പോൾ ഒരു പാപിനിയായ സ്ത്രീ വന്ന് കർത്താവിൻ്റെ പാദങ്ങൾ തുടക്കണില്ലേ, ആ ഒരു ഭാഗത്ത് ആ സമയത്ത് റെസ്പോണ്ട് ചെയ്യണ ഒരു യഹൂദനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടത്. എന്നാ റെസ്പോണ്ട് ചെയ്യണത്? ഇവൾ ഏത് തരക്കാരിയാണെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നെങ്കിൽ ഈശോനെ ഒരു പ്രവാചകനായിട്ട് കണക്കാക്കാമായിരുന്നു എന്നുള്ളതാണ് ഈള പറഞ്ഞത്. ഈശോയ്ക്ക് കൊടുക്കുന്ന ഒളിയമ്പാണത്. പക്ഷെ എന്നാലും ആ നിരീക്ഷണം എന്ന് പറയുന്നത് എന്താണ്? ലൂക്ക 7:39 അവനെ ക്ഷണിച്ച ആ ഫരിസേയൻ ഇത് കണ്ട് സ്വഗതമായി പറഞ്ഞു, സ്വലോക്കിയായിട്ട് അതായത് പറഞ്ഞു, ഇവൻ പ്രവാചകനാണെങ്കിൽ ഈശോ ആണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏത് തരക്കാരിയെന്നും അറിയുമായിരുന്നു. ഇവൾ ഒരു പാപിനിയാണല്ലോ. അപ്പൊ ഇവളുടെ പ്രസന്റ് സ്റ്റാറ്റസ് പോലും ഈശോയ്ക്ക് അത് ഈ യഹൂദന് പഴയ സ്റ്റാറ്റസും വർത്തമാനകാല സ്റ്റാറ്റസും ഒക്കെ യഹൂദന് പ്രശ്നമാണ്. പക്ഷെ ഈശോ ഈ ഭൂതകാല ചങ്ങലകളിൽ നിന്നും വർത്തമാനകാല ചങ്ങലകളെയും അമിത പ്രാധാന്യം കൊടുക്കാതെ ആണ് ഈശോ ഭാവി എന്ന് വെച്ചാൽ ഈ ഭൂതകാലത്ത് വർത്തമാനത്തിൽ നമുക്ക് തിരുത്താവുന്ന ഒരു പരിധിയുണ്ട്. ഭാവിയെ ആണ് കർത്താവ് എപ്പോഴും നിൻ്റെ ഭാവിയെയാണ് കർത്താവ് എപ്പോഴും നിരീക്ഷിക്കുകയും അത് ക്രമീകരിക്കുകയും ചെയ്യാൻ ഈശോ ഉദ്ദേശിക്കും. വളരെ ഈസിയാണത്. അപ്പം അമിതമായ കുറ്റബോധങ്ങളൊന്നും ഒരു കുറ്റബോധം സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ. പശ്ചാത്താപം ഉണ്ടാകണം തീർച്ചയായിട്ടും. യോഹന്നാൻ 5:14 പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ, അവനെ വെച്ച് തലഭാരോഗിയായിരുന്നു ഇയാളെ. ആ ബെത്സേദ കുളത്തിൻ്റെ കരയിൽ നിന്ന് കിടന്ന രോഗിയാണ്. അവനെ കർത്താവ് സുഖപ്പെടുത്തിയല്ല, പിന്നീട് അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ അവനോട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. മോശമായത് സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യും. ഫ്യൂച്ചറാണ് ഈശോ അഡ്രസ്സ് ചെയ്യണത് അവിടെ. അപ്പോൾ അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള നല്ലൊരു അപ്രോച്ചാണത്. അതായത് കഴിഞ്ഞുപോയ പാപത്തെ നമുക്ക് ഏറ്റുപറയാനേ പറ്റത്തുള്ളൂ പശ്ചാത്താപത്തോടെ. പക്ഷേ മേലിലുള്ള വരാൻ പോണ കാര്യങ്ങൾക്ക് നമുക്കത് ഇല്ലാതെ പാപമില്ലാതെ ജീവിക്കാൻ പറ്റും. അപ്പോൾ ആ ഭാവിയെയാണ് ഈശോ അഡ്രസ്സ് ചെയ്യണം, അല്ലാതെ ഇൻ്റർജനറേഷനൊന്നും അല്ല. പുരാതന തലമുറകളെ അല്ല ഈശോ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഇതെപ്പോഴും മനസ്സിലുണ്ടാവണം. ജീവിക്കാൻ പാപരഹിതമായി ജീവിക്കാനും വിശുദ്ധിയോടെ ജീവിക്കാനും എളുപ്പമാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. എൻ്റെ പേര് മേരി സ്നിഗ്ധ. ഇതെൻ്റെ ഹസ്ബൻഡ് നിക്സൺ. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിനാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഞങ്ങൾ രണ്ടുപേരും സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. അത് ഫെബ്രുവരി 13, 2023 ആയിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 20 കിലോമീറ്റേഴ്സ് ദൂരെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ചെറിയ മോള് സ്കൂളിൽ നിന്ന് വരുമ്പോൾ വീട്ടിൽ ആരും ഉണ്ടാവില്ല. അവളുടെ ക്ലാസ് ഒരു 2:30 വരെയാണുള്ളത്. അപ്പോൾ അവൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് പിന്നെ ഡേ കെയറിൽ പോയി ഇവർ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഒരു 5-5:30 ആവും. അപ്പോൾ അവൾ 7:30 വീട്ടിൽ നിന്ന് പോയാൽ ഒരു 5:30 ആവും വീട്ടിൽ വരുമ്പോൾ എന്നും കരച്ചിലാണ്. എനിക്ക് മാത്രം കളിക്കാൻ സമയമില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ലേറ്റായിട്ടൊക്കെ വരുന്നതുകൊണ്ട് ഒരുപാട് ഡിസ്റ്റർബൻസ് ആയിരുന്നു വീട്ടിൽ. അങ്ങനെ ഇരിക്കെ ഇവർ ട്രാൻസ്ഫറിന് റിക്വസ്റ്റ് ഇട്ടു. അത് ഡൽഹി വരെ പോയി എങ്കിലും അത് അക്സെപ്റ്റ് ചെയ്തില്ല. ആ സമയത്താണ് എൻ്റെ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി അമ്മ പറഞ്ഞു കേട്ടു ചേച്ചി ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു, കൃപാസനത്തിൽ പോയി മാതാവിനോട് പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ എങ്കിൽ ഓൺലൈൻ എടുത്തേക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഞങ്ങൾ രണ്ടുപേരും പിന്നെ കുട്ടികളുമായിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം ഒരു 1 മന്തിനുള്ളിൽ തന്നെ എൻ്റെ ഹസ്ബൻഡ് ട്രാൻസ്ഫർ ശരിയായെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന് തൊട്ടടുത്ത്, അതായത് ഒരു 3 കിലോമീറ്റേഴ്സിൽ തന്നെ ഇവർക്കൊരു ഓഫീസുണ്ട്, ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ഓഫീസുണ്ട്. അങ്ങോട്ടേക്ക് ട്രാൻസ്ഫറായി.
അപ്പോൾ എൻ്റെ മോൾക്ക് 2:30 ക്ലാസ് കഴിയും, ഇവരുടെ ഓഫീസും 2:30 കഴിയും, 2 പേർക്കും വീട്ടിൽ വരാം. അപ്പോൾ അവളുടെ ഒരു പ്രശ്നം അങ്ങനെ സോൾവായി. പക്ഷേ അതിൽ ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെയാണ് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതുകൊണ്ട് തന്നെ പ്രെയർ തുടങ്ങി. പിന്നെ ഈ ഉടമ്പടി പ്രെയറിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്, പീസ് ഓഫ് മൈൻഡ് കിട്ടും വീട്ടിൽ. ഞങ്ങൾ പ്രാർത്ഥന ഇല്ലാത്ത വീടൊന്നും ആയിരുന്നില്ല, പ്രാർത്ഥിക്കുമായിരുന്നു, ഞങ്ങൾ പള്ളിയിലൊക്കെ പോകുമായിരുന്നു. പക്ഷേ എന്തെങ്കിലും ഒരു ചാൻസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും പുറത്തൊക്കെ പോകാനുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മിസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ പ്രെയറൊക്കെയാണ്. പക്ഷേ ഈ ഉടമ്പടി തുടങ്ങിയ ശേഷം ഞങ്ങൾ ഒരിക്കലും അത് മിസ് ചെയ്യാറില്ല. ഇനിയിപ്പോൾ പോയിട്ട് തിരിച്ചു വന്നാണെങ്കിലും രാത്രി 11 o'clock ആണെങ്കിലും അങ്ങനെ പ്രെയറൊക്കെ ചെയ്തിട്ടേ കിടക്കുകയുള്ളൂ. ഞങ്ങളുടെ ഫാമിലി മൊത്തമായിട്ട് അങ്ങനെ ഒരു ചേഞ്ചസ് വന്നു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചത് ആ സമയത്ത് എൻ്റെ ചേച്ചിയുടെ മോള് അവൾ ബാംഗ്ലൂർ ഒരു നേഴ്സിംഗ് കോളേജിൽ ഒരു ബാപ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്രിസ്ത്യൻ മിഷണറീസിൻ്റെ ഒരു നല്ല പ്രശസ്തമായൊരു ഹോസ്പിറ്റലാണ്. അവിടെ BSc നഴ്സിങ്ങിന് അവൾ എൻട്രൻസ് എഴുതി. വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു അവളുടെ പേര് വന്നത്. അതിനുശേഷം കർണാടക ഗവൺമെൻറ് റൂൾ വന്നു, KCET എഴുതിയാൽ മാത്രമേ കിട്ടുള്ളൂ എന്ന്. അവൾ KCET എഴുതി. KCET എഴുതിയെങ്കിലും കന്നഡ എക്സാം എഴുതിയില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ റിസൾട്ട് വന്നപ്പോൾ അവളുടെ പേരുണ്ടായില്ല. ആ കോളേജാണെങ്കിൽ ഇത്തിരി കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ളതാണ്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് റൂൾ അനുസരിച്ചിട്ടേ പറ്റുള്ളൂ, അതുകൊണ്ട് KCET എഴുതിയില്ല, ക്ലിയർ ആയില്ലെങ്കിൽ അഡ്മിഷൻ തരാൻ പറ്റില്ല. പിന്നെ ഞങ്ങളുടെയും മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, കാരണം നമ്മൾ ഉടമ്പടിയിലൊരു കാര്യം വെച്ചതാണ്. അപ്പോൾ അത് നടക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണമായിരുന്നു. ഞങ്ങളത് ചെയ്തില്ല. നമ്മൾ മനുഷ്യരല്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു പ്രൈവറ്റ് കോളേജിൽ പോയിട്ട് അവിടെയും ഒരു 2.3 lakhs കൊടുത്ത് ഫസ്റ്റ് ഇയറിൻ്റെ ഫീസ് അടച്ചു. നമ്മളവിടെ അഡ്മിഷൻ എടുത്ത് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ദൈവം ഇതായിരിക്കും വിധിച്ചേക്കുന്നത്, നല്ല പ്രൈവറ്റ് കോളേജിൽ പഠിക്കാനായിരിക്കും. അപ്പോൾ ഞങ്ങളവിടെ അഡ്മിഷൻ എടുത്തു, അവിടെ പോയി ജോയിൻ ചെയ്ത് പിറ്റേ ദിവസം അവളെ ഞങ്ങളവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു, ഹോസ്റ്റലിലാക്കി. പിറ്റേ ദിവസം രാവിലെ തന്നെ ഒരു കോൾ വന്നേക്കാണ് ബാപ്റ്റിസ്റ്റിൽ നിന്ന്. കർണാടക ഗവൺമെൻറ് റൂൾ ചേഞ്ച് ചെയ്തു, KCET ഇല്ലെങ്കിലും അഡ്മിഷൻ കിട്ടും, അതുകൊണ്ട് അവൾക്ക് അഡ്മിഷനുണ്ട്, നിങ്ങൾ വന്ന് ജോയിൻ ചെയ്യാൻ. അപ്പോൾ ഞങ്ങളാകെ ഇതായി. നമ്മൾ സർട്ടിഫിക്കറ്റ് എല്ലാം സബ്മിറ്റ് ചെയ്തു. സാധാരണ ഈ ബാംഗ്ലൂർ പ്രൈവറ്റ് കോളേജിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് തരില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണ്? പിന്നെ ഞാൻ വിചാരിച്ചു ആ പ്രൈവറ്റ് കോളേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അവർക്ക് ഹോസ്പിറ്റലില്ല. അതേസമയം ബാപ്റ്റിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാംഗ്ലൂർ ഏകദേശം ഒരു നമ്പർ 2 ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെ പഠിച്ച അവളുടെ ഫ്യൂച്ചറിന് നല്ലതാണ്. പിന്നെ ഞാനാണ് ബാംഗ്ലൂരുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാനും ഹസ്ബൻഡും കൂടെ ഉടമ്പടി അപ്പോഴേക്കും ഞാൻ മെയ്യിൽ വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാശ് രൂപമൊക്കെ പിടിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ പ്രൈവറ്റ് കോളേജിൽ ചെന്നിട്ട് പറഞ്ഞു അവൾക്ക് ഇവിടെ പറ്റുന്നില്ല, ഞങ്ങൾ തിരിച്ചു പോവാണ്. അവർ എന്തോ ഭാഗ്യം എന്ന് പറയാൽ ദൈവാനുഗ്രഹം, അവർ സർട്ടിഫിക്കറ്റ് തന്നിട്ട് പറഞ്ഞു സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകോ, ഫീസ് ഞങ്ങൾക്ക് തിരിച്ചു തരാം കുറച്ച് കഴിഞ്ഞിട്ട്. ഞങ്ങൾ വിചാരിച്ചു ഫീസ് പോയാലും കുഴപ്പമില്ല. അപ്പോൾ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ ഫീസ് മാതാവ് വേണ്ടല്ലോ, തിരിച്ച് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു. പിറ്റേ ദിവസം തന്നെ പോയിട്ട് ബാപ്റ്റിസ്റ്റിൽ അഡ്മിഷൻ എടുത്തു. പിന്നെയും പ്രാർത്ഥന തുടങ്ങി. ഇത്രയും പൈസ 2.3 അവിടെ കൊടുത്തേക്കാണ്, ഇവിടെയും കൊണ്ടുപോയി കൊടുത്തു ഫീസ്. ഇവിടെ അത്രയും ഉണ്ടായിരുന്നില്ല എങ്കിലും അവിടെയും ഫീസ് കൊടുത്ത് അഡ്മിഷൻ എടുത്തു. നമ്മൾ ഈ 2.3 കിട്ടണേ, കുറച്ച് പോയാലും നമുക്ക് ബാക്കി കിട്ടണേ എന്ന് വിചാരിച്ച് അത് ഉടമ്പടിയിൽ ഉണ്ടാവാത്ത കാര്യമാണ്. കാരണം നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷേ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. മാതാവ് അനുഗ്രഹിച്ചിട്ട് ഒരു 80% പൈസ അവർ തിരിച്ചു തന്നു. എല്ലാവർക്കും അത്ഭുതമായിരുന്നു, കാരണം അങ്ങനെ ആരും തരാറില്ല. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിയുടെ മോൻ, അവനധികം പഠിച്ചിട്ടില്ല, അവൻ ITI ആണ്, ഇലക്ട്രിക്കലാണ്. അവനിവിടെ സെൻട്രൽ സ്ക്വയർ എന്ന് പറഞ്ഞൊരു മാളിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇലക്ട്രീഷ്യനായിട്ട്. അപ്പോൾ അവന് ഞാൻ പ്രാർത്ഥിച്ചത് അവൻ 2023 December 31 അവന് വിദേശത്തൊരു ജോലി കിട്ടണമെന്ന്. ആക്ച്വലി അത് എഴുതി ഞാൻ ഇവിടെ ഉടമ്പടിയിൽ ഇടുമ്പോഴും എനിക്കൊരു പ്രതീക്ഷയൊന്നുമില്ല. കാരണം ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഞങ്ങളുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് ആരും ഇങ്ങനെ വിദേശത്ത് ജോലി ചെയ്യുന്നവരില്ല, കൂടുതലും ഇങ്ങനെ ഗവൺമെൻറ് ജോലിയൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ കസിൻസൊക്കെ ഉണ്ടെങ്കിലും ഞാനോ ചേച്ചി അങ്ങനെ ആരും ഇത് വർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഈ
വിദേശത്ത് ജോലിയൊക്കെ എങ്ങനെ ഒപ്പിക്കണമെന്നൊന്നും ഒരു പിടിപാടുമില്ല. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ ചേച്ചിയുടെ മോൻ വിദേശത്ത് പോയി പഠിക്കണം, ജോലി ചെയ്യണമെന്ന്. ഞാനത് December 31 എന്നൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ പറയുമ്പോൾ ആർക്കൊരു വിശ്വാസമില്ല, ഇപ്പം ശരിയാവും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എല്ലാവരും പ്രാർത്ഥിക്കുന്നുമുണ്ട് ശരിയാവണമെന്ന്. എന്നിട്ട് എന്താണെന്നറിയില്ല, ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് അവൻ്റെ പാരൻസും അവനും കൂടെ ഒരു ഫംഗ്ഷന് പോകുന്നു. അവിടെ വെച്ചിട്ട് അവൻ്റെ ഒരു അങ്കിളിനെ കാണുന്നു. അങ്കിളിനോട് അവൻ്റെ പപ്പ ഇങ്ങനെ പറയുന്നു, മോൻ ഇത് കഴിഞ്ഞ് നിൽക്കുകയാണ്, ഒരു ജോലി എവിടെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് വെറുതെ ഒന്ന് പറഞ്ഞു. പക്ഷേ ആ അങ്കിളാണെങ്കിൽ അവന് ഫുൾ ഹെൽപ്പ് ചെയ്തിട്ട് 31 ഡിസംബറിന് അങ്കിൾ പറഞ്ഞു അങ്കിളിൻ്റെ കമ്പനിയിൽ അവന് ജോലി തരാം. അങ്കിളും ഒരു ഇലക്ട്രിക്കൽ ഒരു ഇത് നടത്തുകയാണ്, അവിടെ തരാമെന്ന് ആദ്യം പറഞ്ഞു. അതിനുശേഷം അങ്കിൾ പറഞ്ഞു അത് വേണ്ട, അവിടെയാണെങ്കിൽ സാലറി കുറവായിരിക്കും, വേറൊരു കമ്പനിയിൽ ചെയ്യാം, പക്ഷേ അതിന് ആദ്യം വിസിറ്റിംഗ് വിസയിൽ പോകണം, വിസിറ്റിംഗ് വിസയിൽ പോയ ശേഷം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് December 31 അവൻ്റെ വിസിറ്റിംഗ് വിസ റെഡിയായി. അപ്പോൾ ടിക്കറ്റ് 31 ഞങ്ങൾ നോക്കിയെങ്കിലും കിട്ടിയില്ല. ഞങ്ങളെന്ന് വെച്ചാൽ അങ്കിൾ തന്നെയാണ് നോക്കിയത്, അങ്കിളാണ് ഫുൾ ചെയ്തത്, ഞങ്ങൾ ഒന്നും ചെയ്തില്ല. അങ്കിൾ തന്നെ എല്ലാം ചെയ്തു, വിസിറ്റിംഗ് വിസയുടെ ഇതും ടിക്കറ്റും എല്ലാം അങ്കിൾ തന്നെ ചെയ്തു. January 4 അവൻ ദുബായിൽ പോയി. അതിനുശേഷം പോയി പിറ്റേ ദിവസം തന്നെ അവൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. മാതാവും ദൈവമൊക്കെ അനുഗ്രഹിച്ചിട്ട് അവൻ ഇൻ്റർവ്യൂ പാസ്സായി. അത് കഴിഞ്ഞിട്ട് പിന്നെ വിസിറ്റിംഗ് വിസയിൽ നിന്ന് ജോബ് വിസയിലോട്ട് കൺവേർട്ട് ആവണമല്ലോ. പക്ഷേ അതിനു മുമ്പ് തന്നെ കമ്പനി അവനോട് പറഞ്ഞു നീ ജോലിക്ക് കയറിക്കോളാൻ. അവൻ ജോലിക്ക് കയറി. ഇപ്പോൾ അവൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്.